സോ ഫൈനലി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പേട്ടൻ്റെ പുതിയ ചലച്ചിത്രം, പേട്ടൻ അഭിനയിച്ചിരിക്കുന്ന പുതിയ ചലച്ചിത്രം റിലീസ് ആയിരിക്കുകയാണ് OTT-ൽ. ഐ തിങ്ക് ഈ കഴിഞ്ഞ വർഷം 2025 മെയ് 9-നാണ് ചിത്രം റിലീസായത്. ആസ് യൂഷ്വൽ ഒരു പേട്ടൺ ഫിലിം ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ തിയേറ്ററിൽ തന്നെ പോകാതെ കണ്ടത്. തിയേറ്ററിൽ പോയി കാണാതിരുന്നത് എന്നെ സംബന്ധിച്ചൊന്നുമല്ല, ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയും ടൈം വേസ്റ്റ്, നമ്മുടെ പൈസ പോയില്ലല്ലോ, അത് തന്നെ നല്ല കാര്യം. ആസ് യൂഷ്വൽ ഈ എന്തോ ഒരു കാര്യം, ഒരു കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് പറഞ്ഞു വെക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ വെച്ച് ഈ ഈ ഫിലിമിൻ്റെ ഒരു പ്ലോട്ട് അങ്ങോട്ട് വഴി മാറിയിട്ടുണ്ട്. പ്ലോട്ട് എന്നല്ല, എന്താ പറയുക, ഇവിടെ വെച്ച് ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. ഒരു കുടുംബത്തിലോട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഇൻഫ്ലുവൻസർ കടന്നു വരുന്നതും തുടർന്ന് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം. സത്യം പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോയി ഇട്ട് നശിപ്പിച്ചു. അതാ സാധാരണ പാറ്റേൺ സിനിമ യൂണിവേഴ്സിറ്റികളിൽ കാണുന്ന സംഭവം ഒക്കെ ഇതിനകത്ത് നോക്കിയത്. അദ്ദേഹത്തിൻ്റെ പേട്ടൻ്റെ 150-ാമത്തെ ചലച്ചിത്രം കണ്ടാന്ന് തോന്നുന്നു. അത് 150-ാമത്തെ ചലച്ചിത്രമാണ്. ഇപ്പോൾ എന്തോ ഒരു പടം അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ പേട്ടൻ്റെ ഒരു സംഭവം ഇങ്ങനെ പുകയെന്നൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്ത ഫിലിംസിൻ്റെ ഒക്കെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫിലിം സ്റ്റാർട്ടാകുന്നത്. സോ പേട്ടൻ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ കൂട്ട് തന്നെ നല്ലൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിലും പേട്ടൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് പെണ്ണ് കിട്ടുന്നില്ല സംഭവം. ഇൻ കേസ് നല്ലൊരു പെണ്ണിന് കിട്ടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവസാനം എങ്ങനെ കറങ്ങി തിരിഞ്ഞെന്ന് ഏറ്റവും അവസാനം പേട്ടൻ ഇഷ്ടപ്പെടുന്ന പെങ്കൊച്ചാണ് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർ. പേട്ടൻ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇവർ തമ്മിൽ ആ ഒരു ഇങ്ങോട്ട് വന്നിട്ട് കുടുംബത്തിൽ ഇപ്പം സംഭവിക്കും ആ കൂടെ ഈ ചിത്രത്തിൻ്റെ ഒരു പോസിറ്റീവ്, അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് തോന്നിയത്. സിനിമയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ മേജർ പോയിന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ മഞ്ജുപിള്ള അഭിനയിച്ചിരിക്കുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംഭവമുണ്ട്. അത് കൊള്ളാം. അത് നല്ല രീതിയിൽ തന്നെ പേട്ടനെ വിളിച്ച് പറയുകയാണ്. പറയുന്ന ഡയലോഗ് നല്ല രീതി അഭിനയിച്ച് എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതിൽ പേട്ടൻ്റെ അനിയനായിട്ട് 2 പേര് വരുന്നുണ്ട്. അത് ഒരാളുടെ പേര് സെബാസ്റ്റ്യൻ അങ്ങനെ ഉണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. ധ്യാൻ ശ്രീനിവാസനെ എന്തിനാണോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്ന് എനിക്ക് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ റോൾ എന്താന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ 2 or 3 കുറച്ച് ജീവിക്കുന്ന സീൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വന്നു പോയി, അത്രമാത്രം. ആസ് യൂഷ്വൽ ഒരു പേട്ടനിൽ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാം, അത് തന്നെ പേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കുക, അത്രമാത്രം.